Beautiful party wear sarees ആണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. ഓഫ് ക്രീം തീമാണ്. എല്ലാ സാരീസും ഒരു ഓഫ് ക്രീം ഓഫ് വൈറ്റ് കോമ്പിനേഷൻ ആയിരിക്കും സാരീസ് വരുന്നത്. ഹാൻഡ് വർക്കിൽ വരുന്നുണ്ട്, കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി വർക്കിലും വരുന്നുണ്ട് സാരീസ്. ഞാൻ ജെബിൻ ഷഫീഖ്. വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. ക്ലൗഡ് ഡിസൈൻസ് ഓൺലൈൻ സ്റ്റോർ ആണ്. നമുക്ക് ഓൺലൈനാണ് സാരീസ് പർച്ചേസ് ചെയ്യുന്നത്. clouddesigns.com ആണ് വെബ്സൈറ്റ് ലിങ്ക് വരുന്നത്. വാട്സ്ആപ്പ് നമ്പർ 9947135468 ആണ്. ഡെയിലി മോർണിംഗ് 10:30 നമ്മുടെ വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ നമ്മൾ ആ വീഡിയോയിൽ സാരീസ് എല്ലാം വെബ്സൈറ്റിൽ ലോഡ് ചെയ്യുന്നത്. ക്ലൗഡ് ഡിസൈൻസ് വിത്തിൻ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ്. ഓവർസീസ് ഷിപ്പിംഗിന് മാത്രമേ എക്സ്ട്രാ കൊറിയർ ചാർജ് വരുള്ളൂ. വീഡിയോ കണ്ടു നോക്കിയാലോ. ഇന്നത്തെ ഈ വീഡിയോയിൽ ആദ്യത്തെ സാരി വരുന്നത് നല്ല ഒരു എലഗന്റ് പാർട്ടി വെയർ സാരിയാണ്. ഫുൾ ബോഡി ഹാൻഡ് എംബ്രോയിഡറിയിലാണ് സാരി വരുന്നത്. കോമ്പിനേഷൻ ഓഫ് വൈറ്റ് തന്നെയാണ്, ഒരു ഓഫ് ക്രീം ഷെയ്ഡിൽ ഹാൻഡ് വർക്ക് ആണ് ഫുൾ സാരി വരുന്നത് കേട്ടോ. ഫാബ്രിക് വരുന്നത് ബാംബൂ ടെസറാണ്. സെമി ബാംബൂ ടെസറിലായിരിക്കും സാരി വരുന്നത്. നല്ലൊരു കോമ്പിനേഷൻ, ഒരു മൾട്ടി കളർ കോമ്പിനേഷനിലായിരിക്കും സാരിയുടെ ബോഡിയിൽ വർക്ക് വരുന്നത്. നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോൾ മുകൾ ഭാഗത്ത് ഈ ഒരു പാറ്റേണിലായിരിക്കും ഹാൻഡ് വർക്ക് വരുന്നത്. ഫുൾ ഈ ഒരു സ്റ്റൈലിലുള്ള വർക്ക് വരുന്നുണ്ട്. ഇത് ഹാൻഡ് എംബ്രോയിഡറി ആണ്, മെഷീൻ എംബ്രോയിഡറി അല്ല കേട്ടോ. ഇതിലൊരു ബേർഡിന്റെ മോട്ടീഫാണ്, ഒരു കിളിയുടെ മോട്ടീഫാണ് ബോഡിയിൽ വരുന്നത് ഫുൾ ഈ ഒരു പാറ്റേൺ. ഇതിന്റെയും വർക്കിന്റെ കോമ്പിനേഷൻസ് മാറി വരും. ആ ഒരു മോട്ടീഫിന്റെ കളർ കോമ്പിനേഷൻ അങ്ങനെയാണ്. നെക്സ്റ്റ് മോട്ടീഫ് വരുന്നത് മസ്റ്റേർഡ് യെല്ലോയിലായിരിക്കും മോട്ടീവ്സ് വരുന്നത്. ഒരു റിബൺ ബോർഡർ പോലത്തെ ഒരു തിൻ ആന്റിക് ഷെയ്ഡിലൊരു ബോർഡർ വരുന്നുണ്ട്. കൂടാതെ ബോഡിയിലും ഒരു വെർട്ടിക്കലായിട്ട് ജൂട്ട് വൂവൺ പാറ്റേൺസ് വരുന്നുണ്ട്. ഒരു ലൈൻസ് ജൂട്ട് വൂവൺ ഡിസൈൻസ് വന്നിട്ട് അതിലായിരിക്കും ഹാൻഡ് എംബ്രോയിഡറി വരുന്നത് ഫുൾ ബോഡിയിൽ. പല്ലു വരുന്നത് സെയിം പാറ്റേൺ തന്നെ. പല്ലു വരുന്നത് പ്യുവർ ജൂട്ടാണ്, പ്യുവർ ജൂട്ട് വീവ് ആണ് സാരിയുടെ മുന്താണിയിൽ വരുന്നത്. ജൂട്ട് വീവ് വന്നിട്ട് അതിലായിരിക്കും ഹാൻഡ് വർക്ക് വരുന്നത് സാരി ഫുൾ ഈ ഒരു സ്റ്റൈലിലാണ്. ഇതിലും ഒരു വാട്ടർ ഗോൾഡ് സ്വീക്വൻസ് വർക്ക് വരുന്നുണ്ട്. ഒരു ഗോൾഡൻ ആന്റിക് ഷെയ്ഡിലുള്ള ഒരു ചെറിയിലുള്ള ലൈൻസും അതിൽ കാന്ത വർക്കും ആയിരിക്കും മുന്താണിയുടെ എൻഡിൽ വരുമ്പോൾ. പല്ലുവിന്റെ പോർഷൻ മാത്രം വരുന്നത് ഫുൾ ജൂട്ട് സിൽക്കാണ്. ജൂട്ട് സിൽക്കിലായിരിക്കും ഹാൻഡ് വർക്ക് വരുന്നത് കേട്ടോ. നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോഴും ഈ ഒരു സ്റ്റൈലാണ്. മുകൾ ഭാഗത്ത് നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് പാറ്റേൺ, ഒരു ഡ്രോപ്പിംഗ്സിന്റെ പോലുള്ള പാറ്റേണിലാണ് ഹാൻഡ് വർക്ക് വരുന്നത്. ലോവർ ഏരിയ വരുമ്പോൾ മോട്ടീവ്സ് ആണ് വരുന്നത്. ഇന്റർ ബോഡി വരുന്ന മോട്ടീവ്സ് ആട്ടോ. നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോഴും ഈ ഒരു സ്റ്റൈലാണ്. ഫുൾ ആ ഒരു ബേർഡിന്റെ മോട്ടീവ്സ് വരുന്നുണ്ട്. പല്ലു സെയിം പാറ്റേൺ തന്നെ, പ്യുവർ ജൂട്ട് സിൽക്കിലായിരിക്കും സാരിയിൽ വർക്ക് വരുന്നത്. ഇതിന്റെ റണ്ണിങ് ബ്ലൗസ് വരുന്നത് പ്യുവർ ജൂട്ടിൽ തന്നെയായിരിക്കും. പ്യുവർ ജൂട്ടില് സ്ലീവിൽ വരുമ്പോൾ ഹാൻഡ് വർക്ക് ആയിരിക്കും ബ്ലൗസിൽ വരുന്നുണ്ട്. ബ്ലൗസിൽ അത് കൂടാതെ ജൂട്ട് വൂവൺ പാറ്റേൺസ് വരുന്നുണ്ട്. ബ്ലൗസിനെ ക്രോസ് ഷോട്ട് ചെയ്യാൻ കാണിക്കാം. ഈ ഒരു സ്റ്റൈലിലായിരിക്കും ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത്. ജൂട്ട് സിൽക്കില് ജൂട്ട് വൂവൺ ഡിസൈൻസ് വന്നിട്ട് ബാക്ക് സൈഡ് ഇതാട്ടോ കറക്റ്റ് സൈഡ് വരുന്നത്. ഇതിലും മോട്ടീവ്സ് വരുന്നുണ്ട്. ഫുൾ ഹാൻഡ് വർക്കിൽ തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ ഹാൻഡ് വർക്കിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെ വരും. നല്ല സഫിഷ്യന്റ് വിട്ട് നല്ല 1 മീറ്റർ ലെങ്ത്തിലാട്ടോ സാരിയുടെ ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത്. ഈ ഒരു പാറ്റേണിൽ വരുന്നത്. നെക്സ്റ്റ് സാരി വരുന്നത് സൂപ്പർ നെറ്റ് കോട്ടയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. സ്മോൾ ചെക്കേർഡ് പാറ്റേൺ ആട്ടോ ബോഡി വരുന്നത്. സ്മോൾ ചെക്ക് ഡിസൈൻസ് ആണ്. കളർ സെയിം തന്നെ, ഒരു ഐവറി ക്രീം ഉണ്ടല്ലോ ആ ഒരു ടോണിലാണ് സാരി. നല്ലൊരു പാറ്റേണിലാണ് ഇതിൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഇത് വരുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി വർക്ക് ആട്ടോ. ലോവറിൽ വരുമ്പം നല്ലൊരു ചില്ലി റെഡിലാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഫുൾ ഈ ഒരു പാറ്റേണിൽ വരുന്നുണ്ട്. ഒരു ബ്ലാക്ക് ആയിരിക്കും ലോവറിൽ വരുമ്പോൾ ബോർഡർ വരുന്നത്. അത് കഴിഞ്ഞ് വരുന്ന എംബ്രോയിഡറി വർക്കാണ്. ഇത് പ്രിന്റ് അല്ല കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് ബാക്ക് വർക്കിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെ വരും. ഇതിന്റെ നേരെ റിവേഴ്സ് കോമ്പിനേഷനിലായിരിക്കും മുകൾ ഭാഗത്ത് വരുമ്പോൾ ബ്ലാക്കിലാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. റിബൺ ബോർഡർ വരുന്നത് ചില്ലി റെഡിലായിരിക്കും. ലോവറിൽ വരുമ്പോൾ ബ്ലാക്കിൽ റിബൺ ബോർഡറും ചില്ലി റെഡിനുള്ള വർക്ക് വരുന്നത്. ഈ ഒരു പാറ്റേൺ ഒരു ഗജബന പാറ്റേൺ നമുക്ക് പറയാം. അങ്ങനെയുള്ള ഒരു പാറ്റേണിലുള്ള റിവേഴ്സ് കോമ്പിനേഷനിലായിരിക്കും എംബ്രോയിഡറി വർക്ക് വരുന്നത് ഫുൾ സാരി. ഇതേ മുന്താണി തന്നെ ആയിരിക്കും കണ്ടിന്യൂ ചെയ്യുക. സെയിം വർക്ക് തന്നെ ആയിരിക്കും മുന്താണിയിൽ വരുന്നത്. ഇതിന്റെ റണ്ണിങ് ബ്ലൗസ് വരുന്നത് കോൺട്രാസ്റ്റ് ആയിട്ട് ചില്ലി റെഡിലാണ് ബ്ലൗസ് വരുന്നത്. ബ്ലൗസിലും എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. അത് നമുക്കൊരു ബാക്കില് സെൻട്രലായിട്ടെല്ലാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങനെ ആ ഒരു പാറ്റേണിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇതാണ് ബാക്കിലൊരു മിഡിൽ പോർഷൻ ആയിട്ട് വരും ഈ ഒരു വർക്ക്. അത് നമുക്ക് മുകളിലോ താഴെയോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വരും. അടുത്ത സാരി വരുന്നത് വീണ്ടും ഫാബ്രിക് സെയിം തന്നെ കേട്ടോ. സൂപ്പർ നെറ്റ് കോട്ട വരുന്നത്. സ്മോൾ ചെക്ക് പാറ്റേൺ ആണ്. ഗോൾഡൻ ചെക്ക് ഡിസൈൻസിലായിരിക്കും ഫുൾ ബോഡി വരുന്നത്. ഈ സാരിയിൽ എൻറ്റയർ സാരി വരുന്നത് എംബ്രോയിഡറി വർക്ക് ആട്ടോ. ഇത് ഫുൾ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. നല്ല കോമ്പിനേഷൻ ഉണ്ട്. ഒരു ആന്റിക് ഗോൾഡൻ ആണ്. സിറിയിലായിരിക്കും ത്രെഡ് എംബ്രോയിഡറി വരുന്നത് സാരി. ഒരു ജാൽ ഡിസൈൻ ആണ്, ഫ്ലോറൽ ജാൽ ഡിസൈനിലുള്ള ത്രെഡ് എംബ്രോയിഡറി ആണ് ഫുൾ ബോഡി വരുന്നത് സാരിയിൽ. ഇതിലും സ്മോൾ ചെക്ക് പാറ്റേൺസ് കാണുന്നുണ്ട്. അതിലായിരിക്കും ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരും സാരിക്ക്. ബോർഡർ ഇല്ല, സാരി വിത്തൗട്ട് ബോർഡർ ആണ്. ഇതിന്റെ മുന്താണി വരുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ്, കാന്ത സ്റ്റിച്ചിന്റെ പാറ്റേണിലാണ് ത്രെഡ് വർക്ക് വരുന്നത്, എംബ്രോയിഡറി വർക്ക് വരുന്നത് ഈ ഒരു സ്റ്റൈലിലായിരിക്കും.
ഇതിന്റെ കോമ്പിനേഷൻ മുന്താണിയിൽ വരുമ്പോൾ ഒരു ആന്റി കോപ്പർ ആണ്, ജെറിയിലായിരിക്കും. ആന്റി കോപ്പർ ജെറിയിലാണ് മുന്താണിയിൽ. ഒരു ജോമെട്രിക്കൽ പാറ്റേണിലാണ്, കാന്ത സ്റ്റിച്ചിന്റെ പോലത്തെ അതേ പാറ്റേണിലാണ് വ്യൂ ഡിസൈൻസ് വരുന്നത്. ബോഡി വരുമ്പോൾ ആന്റി ഗോൾഡൻ ആണ്. ഫുൾ സാരി ഈ ഒരു പാറ്റേൺ വരുന്നുണ്ട് വിത്തൗട്ട് ബോർഡർ. ഇതാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത് ഐവറിയിൽ തന്നെ, ഐവറിയിൽ റണ്ണിങ് ബ്ലൗസ് മെറ്റീരിയലാണ്. ചെക്ക് പാറ്റേണിൽ തന്നെയുള്ള ബ്ലൗസ് മെറ്റീരിയൽ വരുന്നത്. നല്ലൊരു പാറ്റേണിലൊക്കെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ, ഫുൾ സ്ലീവോ ഹൈനെക്ക് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു പാർട്ടി വെയർ സാരിയാണ്. നെക്സ്റ്റ് സാരി വരുന്നത് അതേ കോമ്പിനേഷൻ അതേ ഫാബ്രിക് തന്നെയാണ്. സിൽക്കി കോട്ടയിൽ സ്മോൾ ചെക്കേർഡ് പാറ്റേൺ ആട്ടോ ഫുൾ സാരി വരുന്നത്. ഇതിലും എംബ്രോയിഡറി വർക്കിന്റെ പാറ്റേണിൽ മാത്രമേ ഡിഫറൻസ് വന്നിട്ടുള്ളൂ. ഇത് നല്ലൊരു ഫ്ലോറൽ ഒരു ബുട്ട വർക്കിലാണ് ഫുൾ ബോഡി വന്നിരിക്കുന്നത്. ആന്റി ഗോൾഡൻ ജെറിയിൽ തന്നെയാണ് ബുട്ട വർക്ക് വരുന്നത്. ബോഡി ഈ ഒരു ചെക്കേർഡ് പാറ്റേൺ വരുന്നുണ്ട് ബോഡിയിൽ. അതിൽ ബുട്ട വർക്ക് വരുന്നതും ഈ ഒരു പാറ്റേണിലാണ്. നല്ലൊരു ക്ലോസ് കണ്ടോ, ഒരു കറക്റ്റ് ബുട്ട അല്ല ഇത്, ഒരു ഫ്ലോറൽ പാറ്റേണിലാണ് ഈ ഒരു ബുട്ട വർക്ക് വരുന്നത്. നമ്മൾ കാഞ്ചീപുരം സാരീസിലെല്ലാം കാണുമല്ലോ ബുട്ടി വർക്ക്, അതേ പാറ്റേണിൽ തന്നെയാണ് ഇതിൽ ബുട്ടി വർക്ക് വന്നിരിക്കുന്നത്. ഇതിന്റെ പല്ലു വരുമ്പോൾ കാന്ത വർക്കിന്റെ അതേ പാറ്റേണിലാണ്, ജോമെട്രിക്കൽ പാറ്റേണിലാണ്. ആന്റി കോപ്പറിലുള്ള ജെറിയിലാണ് ത്രെഡ് വ്യൂ പാറ്റേൺസ് വന്നിരിക്കുന്നത്. ഇതും പ്രിന്റ് അല്ല കേട്ടോ. ഇതിന്റെ വർക്കിന്റെ ബാക്ക് സൈഡ് ഞാൻ കാണിക്കാം. ബോഡിയുടെ പല്ലുവിന്റെ ബാക്ക് സൈഡ് വരുമ്പോൾ കണ്ടോ, നല്ല ഫൈൻ പാറ്റേണിലാണ് വർക്ക് വരുന്നത് സാരിയിൽ. ഇത് ബാക്ക് സൈഡ് ആട്ടോ വർക്കിന്റെ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതേ ഉള്ളൂ. ബാക്ക് സൈഡ് നമുക്ക് വാച്ചോ മോതിരോ ഒന്നും നമുക്ക് ഉടക്കത്തൊന്നുമില്ല. ഫുൾ സാരി ഈ ഒരു പാറ്റേൺ വിത്തൗട്ട് ബോർഡർ ആണ് സാരി വരുന്നത്. നല്ല എലഗൻ സാരീസ് ആട്ടോ. നമുക്കൊരു ഫംഗ്ഷനോ ബാപ്റ്റിസം അതുപോലുള്ള ഫംഗ്ഷൻ എല്ലാം ഡ്രീപ്പ് ചെയ്യാം. മുന്താണി വരുന്നത് അതേ പാറ്റേൺ, ജോമെട്രിക്കൽ ത്രെഡ് വ്യൂ ഡിസൈൻസ് വരുന്നുണ്ട്. ബ്ലൗസ് മെറ്റീരിയൽ എല്ലാ സാരീസിനും ചെക്കേർഡ് പാറ്റേണിൽ റണ്ണിങ് ബ്ലൗസ് ആയിരിക്കും വരുന്നത്. ഇതായിരിക്കും സാരിയുടെ ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഒരു ജാൽ പാറ്റേണിലാട്ടോ ഡിസൈൻ വരുന്നത്. എല്ലാം നല്ല നല്ല പാറ്റേൺ ആണ്. ഇതിലും ആന്റിക് ഷെയ്ഡിൽ തന്നെയാണ്. സ്മോൾ ചെക്ക് പാറ്റേണിലുള്ള ബോഡി, സൂപ്പർ നെറ്റ് കോട്ട എന്ന ഫാബ്രിക് വരുന്നത് ജാൽ ഡിസൈനിൽ തന്നെയായിരിക്കും ഫുൾ ബോഡിയിൽ വരുന്നത് കേട്ടോ. ഇത് പ്രിന്റ് അല്ല, എല്ലാ സാരീസിനും കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി വർക്കാണ് സാരിയിൽ വന്നിരിക്കുന്നത്. ഇതായിരിക്കും വർക്കിന്റെ ക്ലോസ് ഷോട്ട്. അതിലും കണ്ടോ സ്മോൾ ചെക്ക് പാറ്റേണിലാണ് ബോഡി വരുന്നത് സാരിക്ക്. പല്ലു വരുന്നതും സെയിം ഡിസൈനിൽ തന്നെയാണ്. ത്രെഡ് വി പാറ്റേൺസ് വരുന്നത് ഈ ഒരു സ്റ്റൈലിലാണ്. കാന്ത വർക്കിന്റെ പാറ്റേണിലായിരിക്കും എംബ്രോയിഡറി വരുന്നത് സാരിയിൽ. എല്ലാ സാരീസിനും ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ആസ് യൂഷ്വൽ എല്ലാ സാരീസിനും വരുന്ന പോലെ നമ്മൾ പ്ലീറ്റ്സിന്റെ ഏരിയ വരുമ്പോൾ ഹാഫ് പോർഷനിലായിരിക്കും, ഹാഫിലായിരിക്കും വർക്ക് വരുന്നത്. മുകൾ ഭാഗം വരുന്നത് പ്ലെയിൻ ആയിരിക്കും എല്ലാ സാരീസും. ഈ ഒരു പാറ്റേൺ കേട്ടോ വരുന്നത്. ഇങ്ങനെ ഈ ഒരു സാരിക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു ബുട്ടി വർക്ക് വന്നിട്ട് ലോവറിലായിരിക്കും ജാൽ ഡിസൈൻസ് വരുന്നത്. റണ്ണിങ് മുന്താണി വരുന്നത് കാന്ത സ്റ്റിച്ചിന്റെ പാറ്റേണിൽ തന്നെ ആയിരിക്കും. പ്ലെയിൻ ചെക്കേർഡ് പാറ്റേണിൽ തന്നെ പ്ലെയിൻ ആയിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. ഇന്നത്തെ ഓഫ് ക്രീം കളക്ഷൻസ് പ്യുവർ പാർട്ടി വെയർ സാരീസ് ആയിരുന്നു വരുന്നത്. അതിൽ ലാസ്റ്റ് സാരി വരുന്നത് നല്ലൊരു സെമി ടെസർ സിൽക്കില് ഫാബ്രിക് പെയിന്റഡ് സാരിയാണ് വരുന്നത്. ഇതിൽ ഹാൻഡ് എംബ്രോയിഡറി വരുന്നുണ്ട്, കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് സാരിയിൽ കേട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. സാരി ഓഫ് ക്രീം തന്നെ സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. സോഫ്റ്റ് മെറ്റീരിയൽ ആട്ടോ, വളരെ സോഫ്റ്റ് മെറ്റീരിയലാണ്. സ്റ്റിഫായിട്ട് നിൽക്കുന്ന മെറ്റീരിയൽ അല്ല. ഇതിന്റെ വർക്കിന്റെ ക്ലോസ് ഷോട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇത് വരുന്നത് ഫാബ്രിക് പെയിന്റ് ആണ്. അതിൽ ഈ ഒരു പാർട്ട് കണ്ടോ, ഇത് വരുന്നത് ഹാൻഡ് വർക്കിലാണ്. ഹാൻഡ് വർക്ക് വന്നിട്ട് ഫുൾ ഈ ഒരു വീലിന്റെ പോർഷൻ വരുമ്പോൾ ഇത് കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി വർക്കാണ് വരുന്നത്. ഇതൊരു കൗന്റെ മോട്ടീഫാണ് വരുന്നത് കണ്ടോ. വർക്കിന്റെ ബാക്ക് സൈഡ് വരുമ്പോൾ ഹാൻഡ് വർക്ക് റെഡ് പോർഷൻ വരുന്നത് ഹാൻഡ് വർക്കും, ബാക്കിയുള്ള ഏരിയ ഹൈലൈറ്റ് ചെയ്യുന്നത് എംബ്രോയിഡറി വർക്കിലാണ്, കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി വർക്ക്. പല്ലു വരുന്നത് സെയിം പാറ്റേൺ തന്നെയാണ്. അതാണ് സാരിയുടെ മുന്താണി വരുന്നത്. കാന്ത സ്റ്റിച്ചിലാണ് ഹാൻഡ് വർക്ക് വരുന്നത് സാരിയിൽ. മുന്താണിയിൽ വരുമ്പോൾ കാന്ത വർക്ക് വരുന്നുണ്ട്. അതിലും ഒരു ആന്റിക് ഷെയ്ഡിലുള്ള ഒരു ടിഷ്യൂ പാറ്റേൺസ് വരുന്നുണ്ട്. ടിഷ്യൂ ലൈൻസ് വന്നിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നതാണ് കാന്ത വർക്കും സ്വീക്വൻസ് വർക്കും വെച്ചിട്ട്. ഇതൊരു മസ്റ്റേർഡ് യെല്ലോ ആൻഡ് മെറൂൺ ആണ് ഈ കാന്ത വർക്കിന്റെ കോമ്പിനേഷൻ വരുന്നത്. മുന്താണിയിലുള്ള മെയിൻ മോട്ടീവ്സ് വരുന്നത് സെയിം ബോർഡറിലുള്ള അതേ പാറ്റേൺ തന്നെയായിരിക്കും. വീണ്ടും കാന്ത വർക്ക് തന്നെയായിരിക്കും മുന്താണിയുടെ എൻഡിൽ വരുന്നത്. ഇതെല്ലാം കൂടാതെ ഒരു വീൽസ് വരുന്നുണ്ട്. ഒരു ചക്ര പാറ്റേണിലായിരിക്കും സാരിയുടെ ബോഡി വരുന്നത്. അതിലും ഹാൻഡ് വർക്ക് ആയിരിക്കും ബോഡി വരുന്നത് ഫുൾ. കൂടാതെ ഒരു റിബൺ ബോർഡർ, ആന്റി ഷെയ്ഡിലുള്ള റിബൺ ബോർഡർ ആയിരിക്കും അപ്പുറം ലോവറും വരുന്ന സാരിക്കും. ഇതായിരിക്കും സാരിയുടെ ഓവറോൾ ലുക്ക് ഇങ്ങനെ വരും. ഇതിലിപ്പം ഈ ഒരു ഗ്രാസിന്റെ പോർഷൻ വന്നിരിക്കുന്നത് ഫാബ്രിക് പെയിന്റിൽ ഗ്രീൻ ആണ്. നല്ലൊരു ലീഫി ഗ്രീനിന്റെ കളർ ഉണ്ടല്ലോ, ആ ഗ്രീൻ ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ആ ഒരു ഗ്രീനിന്റെ ബ്ലൗസ് ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കും സാരിക്ക്. ഇതിന് റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്, സെയിം ടോണിൽ തന്നെ ആയിരിക്കും ബ്ലൗസ് വരുന്നത്. ഞാനൊരു ചോയ്സ് പറഞ്ഞുള്ളൂ. ഒരു ലീഫി ഗ്രീൻ ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഗ്രാൻഡ് ലുക്ക് ആയിരിക്കും സാരിക്ക്. മുന്താണി വരുന്നത് സെയിം പാറ്റേൺ. റണ്ണിങ് ബ്ലൗസ് അവൈലബിൾ ആണ്. സെയിം പാറ്റേണിൽ തന്നെയുള്ള ബ്ലൗസാണ് വരുന്നത് സാരിക്ക്. ബ്ലൗസിന്റെ സ്ലീവിലും ഈ ഒരു ചക്ര പാറ്റേൺസ് വരുന്നുണ്ട്.